ദുബായ് ലൈഫിൻ്റെ സെക്കൻഡ് ഡേ ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ഫസ്റ്റ് ഡേ പർച്ചേസിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി തൊട്ട് കുക്ക് ചെയ്യണം എന്നൊരു ചെറിയ പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരുപാട് താമസിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് രാത്രി 10 മണി സമയത്താണ്. അപ്പോൾ നൈറ്റ് ചെന്നിട്ട് ചിക്കൻ കറി വയ്ക്കാം എന്നൊക്കെ ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ചീറ്റും എന്നുള്ളത് ഏകദേശം ഇവിടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എല്ലാം കണ്ടു കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ റേറ്റ് കാണുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല കേട്ടോ. പിന്നെ ഞാനൊരു സ്ലീവ്ലെസ് ബ്ലാക്ക് ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ തലയിലിടുന്ന ക്ലിപ്പുകളും എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്ലവർ ടൈപ്പുള്ള. അതെനിക്ക് നാട്ടിലേനേക്കാൾ റേറ്റ് കൂടുതലാണ് കേട്ടോ. 12 AED ആയിരുന്നു രണ്ടെണ്ണത്തിന്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ക്യാപ്പ് എടുത്തു. ഡ്രസ്സും ഇതുപോലുള്ള ക്യാപ്പുകളും ഫുഡ് വെയറൊക്കെ ഉള്ള സ്ഥലത്താണ് ഞാൻ കൂടുതൽ കറങ്ങിയത്. താഴെ വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെതും പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ളതും പോട്ട് ആൻഡ് അറ്റൻസിൽസൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുട്ടികളുടെ ചെരുപ്പിൻ്റെ കളക്ഷനാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ മിററിൽ കാണുന്ന ഞങ്ങൾ രണ്ടുപേരുമാണ്. ഒരേ കളറിലുള്ള ഡ്രസ്സായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത്, സെയിം ഡിസൈനും. അപ്പോൾ ആൾക്ക് അങ്ങനെയൊന്നും ഇടുന്നതിൽ ഇഷ്ടമില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉന്തി ഉരുട്ടി അതൊക്കെ ഇടിപ്പിക്കുന്നതാണ്. കുറേ ചെരുപ്പുകളുടെ കളക്ഷന് ശേഷം എടുത്ത വീഡിയോ തന്നെയാണോ പിന്നെയും പിന്നെ എടുത്ത് നടക്കുന്നത് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെക്ഷനൊന്ന് മാറി വന്നു. ഇത് ക്യാപ്പാണ് കേട്ടോ. ഞങ്ങളൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് 19 ആണ്. അത് വീണ്ടും ഫുഡ് വെയർ എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളെടുത്ത ക്യാപ്പ്. പുള്ളിക്കാരനെ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാപ്പൊന്നും വെക്കാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. ഈ ടൈപ്പ് ഒരു ക്ലിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 എണ്ണം ഉള്ളത്, ബ്ലാക്കും ഒരു ബ്രൗൺ ഡിസൈനും കൂടിയുള്ളൊരു ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് എനിക്ക് ട്രൈപോഡ് വാങ്ങിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ താഴെ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ട്രൈപോഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്.